ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് The.person സേഫ്റ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്വിഗ്മോമാനോമീറ്റർ. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് എ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ. എ റബ്ബർ cuff is wrapped around the upper arm and inflated, compressing the artery to stop the blood flow. A stethoscope is placed on the arm to listen for the return of the blood as the cuff gradually deflates. Readings taken at the point when the blood forcefully returns and when it is flowing smoothly again determine the blood pressure. Sphygmomanometer. It is used to check a patient's blood pressure. A rubber cuff is wrapped around the upper arm and inflated, compressing the artery to stop the blood flow. A stethoscope is placed on the arm to listen for the return of the blood as the cuff gradually deflates. Readings taken at the point when the blood forcefully returns and when it is flowing smoothly again determine the blood pressure. സ്ഫിഗ്മോമാനോമീറ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് കാപ്പിലറി present in great numbers throughout the body. These are minute blood vessels that from the connection between arteries and veins. They vary in diameter from 0.0127 to about 0.2032 mm. The walls of capillaries are exceedingly thin and readily permeable. They are surrounded by lymph and there is constant interchange between the substances in the blood within the capillaries and the waste products in the body tissues and lymph outside. This interchange facilitates the process of nutrition and enables the exchange of oxygen and carbon dioxide. Lymph capillaries assist the blood capillaries in this process. ഇത്ര ഉള്ളൂ കാപ്പിലറി. അപ്പൊ കാപ്പിലറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം, ദ ലിംഫാറ്റിക് സിസ്റ്റം. പിന്നീട് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ദ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതൊക്കെ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം. തെറ്റുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ കൊടുത്തേക്കുന്നത് ഈ ഒരു ടേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതാ ടേബിളിൻ്റെ തന്നെ ബാലൻസ് ഭാഗം, അതിവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരു എന്താ പറയാ, ഒരു ഫിഗറാണ് പിന്നെ പറഞ്ഞേക്കുന്നത്. ഫിഗറിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട് ഫിഗർ 1.16 വൈറ്റൽ ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും വരുന്നുണ്ട് ടോപ്പിക്സ്, ജനറേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്സ് പിന്നെ വന്നത്, പിന്നെ എഡിനോയിഡ്സ്. പിന്നെ അത് കൂടാണ്ട് ഇത് കണ്ടില്ലേ ഈ ടോപ്പിക്സ്, ഇത് ടോപ്പിക്സ് അല്ല, ഇത് ഒരു എന്താ പറയാ ഹെഡ്ലൈൻ ഇല്ലാണ്ട് കൊടുത്തേക്കുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു അറിവ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷന്റെ ബാലൻസ് ഭാഗം എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയാണ് ആ ഡിസ്ട്രിബ്യൂഷന്റെ ബാലൻസ് ഭാഗം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലേ, പിന്നെ സ്കിന്നാണ് പിന്നെ വരുന്നത് ഈ ടേബിളില്. ലങ്സ്, ലിവർ അങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞ് കിഡ്നീസ് വരുന്നുണ്ട് ലാസ്റ്റ്. ഇവിടെ ബാലൻസ് ഭാഗം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ആ ടേബിളിന്റെ
മുകളിലായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചല്ല വീഡിയോയില്, അതിന്റെ തന്നെ ബാലൻസ് ഭാഗമാണ് ഈ കൊടുത്തേക്കുന്നത് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷന്റെ അടുത്ത ബാലൻസ് ഭാഗമാണിത്. അപ്പൊ നമ്മള് വിചാരിക്കുന്നത് അത് ഇപ്പൊ അതേ ഏകദേശം ഇത് അവസാനിക്കുന്നത് നല്ല വലിയ എസ്സേണ്. ഇവിടെയാണ് അവസാനിക്കുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് വരുന്നതാണ് ലിംഫ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് വേറെ പുതിയ ടോപ്പിക്സ് ആണ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം എന്റെ അറിവ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരെ വരുന്നുണ്ട്, ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നമ്മൾ ഈ ഒരു രീതിക്ക് വായിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ടേബിളിലുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്തൊക്കെ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതൊക്കെ പറയാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ ബുക്കിന്റെ അതേ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഓർഡർ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക്സുകൾ തന്നെ ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഈ ബുക്കിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി പോവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടോപ്പിക്സുകളൊക്കെ ഇത് സൗകര്യത്തിന് വേണ്ടിയാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഹെഡ്ലൈൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തേക്കണണ്ടപ്പോ നമുക്ക് മനസ്സിലായത് ബാലൻസ് ഭാഗം എന്നുള്ളത്. നമ്മൾ ഇപ്പൊ ഈ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ബാക്കിയുള്ള ഭാഗങ്ങള് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നിൽക്കും. അപ്പൊ ഈ ബുക്കിന്റെ അതേ രീതിയിൽ തന്നെ പറയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ സൗകര്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ആർട്ടറി ഓർഗൻ ടു വിച്ച് ഇറ്റ് സപ്ലൈസ് ബ്ലഡ്, പിന്നെ ഒരു ഫിഗർ വരുന്നുണ്ട്, പിന്നെ ജനറേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്സ് വരുന്നുണ്ട്. ഇതൊക്കെ പറയണ കാര്യത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ദയവേത് സഹകരിക്കുക. അതുപോലെ തന്നെ ദയവേത് കറക്റ്റായിട്ട് എന്താ പറയാ ടോപ്പിക്സുകൾ ശ്രദ്ധിച്ചു പോവുക. എന്നുവെച്ചാൽ ഓർഡർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയിലും ഇതേ രീതി തന്നെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോയി. ബാലൻസ് ഭാഗങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് വീഡിയോയിൽ അവസാനിപ്പിച്ചിരുന്നു. ഇത്തവണ അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഇത് എടുത്ത് പറയുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അതുകൊണ്ടാണ് നമ്മളെല്ലാം പറയേണ്ടി വന്നത്. സമയം എന്തായാലും പോകും നമ്മൾ ഏത് രീതിയിൽ ക്ലാസ് എടുത്താലും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ ബാലൻസ് ആയിട്ട് കിടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ബുക്കിന്റെ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. ദ ലിംഫാറ്റിക് സിസ്റ്റം ആണ് ഇനി പറയാൻ പോകുന്നത്. ദ ലിംഫാറ്റിക് സിസ്റ്റം consists of one complex capillary networks that collect the lymph in various organs and tissues, to an elaborate system of collecting vessels that conducts the lymph from the capillaries to the large veins of the neck at the junction of the internal jugular and subclavian veins, where the lymph is poured into the bloodstream, and third, lymph glands or nodes that are interspaced in the pathways of the collecting vessels, filtering the lymph as it passes through them and contributing lymphocytes to it. Lymphatic capillaries and collecting vessels are lined throughout by a continuous layer of endothelial cells, thus forming a closed system. The lymphatic vessels of the small intestine receive the special designation of lacteals or chyliferous vessels. Generally, they differ in no respect from the lymphatic vessels except during the process of digestion, when they contain a milk white fluid, the chyle. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ദയവേത് ക്ഷമിക്കുക. അപ്പൊ നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റം പറഞ്ഞു നമ്മൾ. ഇനി അടുത്തത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്താ പറയാ, ഓർത്ത് വെക്കേണ്ട ഒരു ടോപ്പിക്. അപ്പൊ പറയാം ഡിസ്ട്രിബ്യൂഷൻ. In the skin, lymphatic capillaries are abundant in the dermis, where they form superficial and deep
plexuses. The former sending blind ends into the dermal papillae. The plexuses are especially rich over the palmar surface of the hands and fingers and over the plantar surface on the feet and toes. The epidermis is without capillaries. The conjunctiva has an especially rich plexuses. Plexus. The conjunctiva has an especially rich plexus. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ടേബിളാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ വീഡിയോയിൽ ടേബിള് ഇതിൻ്റെ ബാലൻസ് ഭാഗം വരുന്നുണ്ട്. ആർട്ടറി, ഓർഗൻ ടു വിച്ച് ഇറ്റ് സപ്ലൈസ് ബ്ലഡ്. ലെഫ്റ്റ് കോമൺ കാരോറ്റിഡ്, ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ഹെഡ്. എക്സ്റ്റേണൽ കാരോറ്റിഡ്, തൈറോയിഡ്, ടങ്, ത്രോട്ട്, ഫേസ്, ഇയർ, സ്കാൽപ്പ്. ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, head, part of the left shoulder, left arm, elbow. Pericardial artery, pericardium. Bronchial artery, lungs and bronchi. Oesophageal artery, oesophagus. Mediastinal artery, mediastinal organs and glands. Intercostal and subcostal arteries, intercostal muscles and mammary glands. Superior phrenic artery, upper surface of diaphragm. Interior phrenic artery, lower surface of the diaphragm. Left gastric artery, stomach. Common hepatic artery, common hepatic artery, pylorus, pancreas, gallbladder, liver, cystic duct, hepatic ducts. Splenic artery, pancreas, stomach and spleen. Superior mesenteric artery, small intestine. Pancreoduodenal artery, pancreas and duodenum. Jejunum. Ileal artery, ileum and jejunum. Ileocolic artery, ileum and colon. Suprarenal artery, adrenal glands. Renal artery, kidney. Lumbar artery, skin, muscle, joints, vertebrae. Meninges, spinal cord. Sacral artery, tissues of sacral region. Sacral artery, tissues of sacral region. Inferior mesenteric artery, colon, rectum and anal canal. Inferior mesenteric artery, colon, rectum and anal canal. Internal iliac artery, pelvic, perineum and gluteal regions. External iliac artery, leg, thigh, knee. Left hepatic artery and right hepatic artery. Hepatic arteries carry oxygenated blood to liver. അപ്പോൾ ആർട്ടറി, ഓർഗൻ ടു വിച്ച് ഇറ്റ് സപ്ലൈസ് ബ്ലഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിഗറാണ് പറയാനുള്ളത്. ഫിഗറാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫിഗറാണ്. ഫിഗർ 1.16 വൈറ്റൽ ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ ഫിഗറാണ് നമ്മൾ ഇനി പറയുന്നത്. ഫിഗർ 1.16 വൈറ്റൽ ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. അപ്പോൾ ഫിഗർ 1.16 വൈറ്റൽ ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. പൾമണറി ആർട്ടറി, arc of the aorta, pulmonary vein, heart, aorta, stomach, spleen, left kidney, descending colon, പിന്നെ descending vena cava, ascending vena cava, lung, liver, lung,
liver, duodenum, gallbladder, right kidney, പിന്നെ appendix, പിന്നെ right common artery and right common iliac, right common iliac and artery and vein, പിന്നെ rectum, പിന്നെ left common iliac artery and vein, descending colon, left kidney. ഇത്രയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. ഫിഗർ 1.16 vital organs of human body. Pulmonary artery, arc of the aorta, pulmonary vein, heart, aorta, stomach, spleen, left kidney, descending colon, പിന്നെ descending vena cava, ascending vena cava, lung, liver, duodenum, gallbladder, right kidney, appendix, right common iliac artery and vein, right common iliac artery and vein, പിന്നെ rectum, പിന്നെ left common iliac artery and vein, descending colon, left kidney, spleen, stomach. ഇത്രയൊക്കെയാണ് വരുന്നത് ഫിഗർ 1.16 വൈറ്റൽ ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാണ് ഈ ഫിഗറും അതുപോലെ തന്നെ ഈ പോയിന്റ്സും എല്ലാം കൂടി ചേർത്തിട്ട്, പോയിന്റ്സ് അല്ല വേർഡ്സ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഇത് ഓർക്കുക. ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക്സ് പറയാം. ഇനി പറയാനുള്ളത് ജനറേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്സ്. certain heart muscle നമ്മുടെ ഫാൻ്റെ കാറ്റത്ത് പേജ് പറഞ്ഞു പോയാണ്. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ജനറേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്സ്. Certain heart muscle cells have the ability to contract spontaneously, thereby generating electrical signals that spread to the rest of the heart and cause it to contract with a regular steady beat. The heartbeat begins with a small group of specialized muscle cells located in the upper right hand corner of the right atrium. This area is known as the synovial (SA) node. Cells in the SA node generate their electrical signals more frequently than the cells elsewhere in the heart. Hence, the electrical signals generated by the SA node synchronize the electrical signals traveling to the rest of the heart. Therefore, the SA node is also known as the heart pacemaker. Impulses generated by the SA node spread rapidly throughout the atria, so that all the muscle cells of the atria
contract virtually in unison. The impulses from the SA node are carried across this connective tissue partition by a small bridge of muscles called the atrioventricular (AV) conduction system. The first part of the system is a group of cells at the lower margin of the right atrium, known as the AV node. Cells in the AV node conduct impulses relatively slowly, introducing a delay of about 2/10 of a second before an impulse reaches the ventricles. This delay allows time for the blood in the atria to empty into the ventricles before the ventricles begin contracting. അപ്പം നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ് generation of heartbeats. Certain heart muscle cells have the ability to contract spontaneously, thereby generating electrical signals that spread to the rest of the heart and cause it to contract with a regular, steady beat. The heartbeat begins with a small group of specialized muscle cells located in the upper right hand corner of the right atrium. This area is known as the sinoatrial (SA) node. Cells in the SA node generate their electrical signals more frequently than the cells elsewhere in the heart. Hence, the electrical signals generated by the SA node synchronize the electrical signals traveling to the rest of the heart. Therefore, the SA node is also known as the heart pacemaker. Impulses generated by the SA node spread rapidly throughout the atria, so that all the muscle cells of the atria contract virtually in unison. The impulses from the SA node are carried across this connective tissue partition by a small bridge of muscles called the atrioventricular (AV) conduction system. The first part of the system is a group of cells at the lower margin of the right atrium, known as the AV node. Cells in the AV node conduct impulses relatively slowly, introducing a delay of about 2/10 of a second before an impulse reaches the ventricles. This delay allows time for the blood in the atria to empty into the ventricles before the ventricles begin contracting. Generation of heartbeats നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പറയാനുണ്ട് അഡിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ട് ക്ഷമിക്കുക ദയവേത്. അഡിനോയിഡ്സ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗർ ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലപ്പോൾ സംഭവിക്കാം, ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ അതൊക്കെ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയാണ്, അല്ലെങ്കിൽ പിന്നെ കമൻസും കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അഡിനോയിഡ്സ്. Adenoids are lymphoid tissues at the back of the throat, which usually shrink and disappear by adolescence. Enlargement of this tissue, however, is fairly common in children and may interfere with breathing. Symptoms of enlarged adenoids include a nasal voice, persistent breathing through the mouth, snoring, and restless sleep. Earlier, these tissues were routinely removed in children, as it was thought of that inflamed adenoids lead to recurrent infections and colds. But lately, medical science has recognized this condition as usually benign, and the number of adenoidotomies has consequently declined. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. Adenoids are lymphoid tissues at the back of the throat, which usually shrink and disappear by adolescence. Enlargement of this tissue, however, is fairly common in children and may interfere with breathing. Symptoms of enlarged adenoids include a nasal voice, persistent breathing through the mouth, snoring, and restless sleep. Earlier, these tissues were routinely removed in children, as it was thought that inflamed adenoids lead to
recurrent infections and colds, but lately medical science has recognized this condition as usually benign, and the number of adenoidotomies has consequently declined. അപ്പോൾ അഡിനോയിഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് പറയാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രിബ്യൂഷന്റെ ബാലൻസ് ഭാഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് ഈ വിഭാഗം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. The subcutaneous tissue is without capillaries. The subcutaneous tissue is without capillaries. The tendons of striated muscle and muscle sheaths are richly supplied with capillaries. Their existence in a muscle, however, it is still distributed. The peristosteum of bone is richly supplied with capillaries. The periosteum of bone is richly supplied with capillaries. The capillaries are absent in cartilage and probably in bone marrow too. The joint capsules are richly supplied with lymphatic capillaries. They do not, however, open into the joint cavities. Beneath the mesothelium lining of pleural, peritoneal and pericardial cavities are rich plexuses. The lymphatic capillaries do not open into these cavities. The alimentary canal is supplied with rich plexuses beneath the epithelium, often as a superficial plexus in the mucosa and a deeper submucosal plexus. Cul-de-sacs extended into the filiform papilla of the tongue and the villi of the small intestine. In addition, portions of the alimentary canal covered by peritoneum have a subserous lymphatic capillary plexus beneath the mesothelium. The salivary glands are supplied with lymphatic capillaries. The liver has a rich subserous plexus in the capsule and also extensive plexuses that accompany the hepatic artery and portal vein. The lymphatic capillaries have not been followed into the liver lobules. The lymph from the liver forms a large part of that which flows through the thoracic duct. The gallbladder and bile ducts have rich subepithelial plexuses, and the former a subserous plexus as well. The spleen has a rich subserous set and a capsular set of lymphatic capillaries. Their presence in the parenchyma is uncertain. The nasal cavity has extensive capillary plexuses in the mucosa and submucosa. The trachea and bronchi have plexuses in the mucosa and submucosa, but the smaller bronchi have only a single layer. The capillaries do not extend to the air cells. The plexuses around the smaller bronchi connect with the rich subserous plexus of the lungs in places where the veins reach the surface. The adrenal has a superficial plexus divided into two layers, once in the loose tissue about the gland and the other beneath the capsule. Capillaries have also been described within the parenchyma. The kidney is supplied with a coarse subserous plexus and a deeper plexus of finer capillaries in the capsule. The lymphatic have been described within the substance of the kidney surrounding the tubules. The urinary bladder has a rich plexus of lymphatic capillaries just beneath the
delayal lining. Also a sub-serious said that anastomosis with the former through the muscle layer. The submucous plexus is continuous with the submucous plexus of the urethra. The prostate has a rich lymphatic plexus surrounding the gland and the wide meshed subcapsule plexus. The testis has a rich superficial plexus beneath the tunica albuginea. The presence of deep lymphatic is distributed. The uterus is provided with the subserous plexus. The deeper lymphatics are uncertain. Sub epithelial plexuses. Sub-epithelial plexuses are found in the vagina. The ovary has a rich superficial plexus and a deep interstitial plexus. The heart has a rich subserous plexus beneath the epicardium. Lymphatic capillaries have also been described beneath the endocardium and throat of the muscle. Lymphatic capillaries are probably absent in the central nervous system. Meninges, eyeball (bracketലെ except the conjunctiva). Orbit, internal air within the striated muscle, liver lobule, spleen pulp, and kidney parenchyma. They are entirely absent in cartilage. In many places, further investigation is needed. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, പ്രത്യേകം പറയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പം നമ്മൾ ഈ വായിച്ച സെക്ഷൻ തൊട്ടരിയത്ത് വരുന്നോണ്ടെന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്നോട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഇത് ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട്, ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് ഭാഗമാണിത്. ഇപ്പം നമ്മൾ ഇത്തരം വായിച്ചത്. അത് പ്രത്യേകം പറയണ, ഓർമ്മിപ്പിക്കണം നിങ്ങളാ. ഞാൻ ഈ ഓർഡറിൽ തന്നെ, ഈ ബുക്കിൻ്റെ ഓർഡറിൽ തന്നെയാണ് വായിച്ചു പോയത്. പിന്നെ അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയാതിരുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇതിങ്ങനെ തന്നെ പറഞ്ഞു പോയത്. ഇതിൻ്റെ താഴെ കണ്ട സ്കിൻ വരുന്നുണ്ട്, ഇനി ലങ്സ് വരുന്നുണ്ട്. ഇതൊന്നും പറയാതെയാണ് നമ്മൾ പിന്നെ ഇതണ്ട ഇതൊക്കെ ഇതിൻ്റെ താഴെ വന്നാണ് ടേബിളിൽ. കിഡ്നി വരെ ഉണ്ട്, കിഡ്നീസ് വരെ ഉണ്ട്. ഇത് പറയാതെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് പറഞ്ഞത്, അടുത്ത പേജിലോട്ട്. എന്ന് വെച്ചാൽ ഈ വിഭാഗത്തിലോട്ട് നമ്മൾ പറഞ്ഞു പോയത്, ഈ വിഭാഗം പറഞ്ഞു പോയത് ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് മൊത്തം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞില്ലെന്നുള്ളൂ. അത് നേരത്തെ നമ്മൾ നേരത്തെ തന്നെ അത് നമ്മൾ പറഞ്ഞിരുന്നു. വീഡിയോ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുത്ത സമയത്ത് തന്നെ ഉള്ള ടോപ്പിക്കായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. കണ്ട ഈ വിഭാഗത്തിൻ്റെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. കണ്ട ഇത്രയും വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. അപ്പൊ ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് ഇത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തതിൽ. അപ്പൊ പഠിക്കുമ്പോൾ അത് ചേർത്ത് പഠിക്കാൻ നോക്കാം. ഈ ഫസ്റ്റ് പാർട്ടും കൂടി. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ തുടക്കം. ഇൻ ദ സ്കിൻ, ലിംഫാറ്റിക് കാപ്പിലറീസ് ആർ അബൻഡന്റ് ഇൻ ദ ഡെർമിസ് വെർ ദ ഫോം സൂപ്പർഫിഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ആൻഡ് ഡീപ്പ് പ്ലക്സ്യൂസസ്. ദ ഫോർമർ സെൻഡിങ് ബ്ലൈൻഡ് എൻസ് ഇൻ ടു ദ ഡെർമൽ പാപ്പിലെ. ദ പ്ലക്സ്യൂസസ് ആർ എസ്പെഷ്യലി റിച്ച് ഓവർ ദ palmar surface of the hands and fingers and over the plantar surface on the feet and toes. The epidermis is without capillaries. The conjunctiva has an especially rich plexus. എനിക്കിപ്പോൾ ഇത് പറയാത്തതിൽ ഭയങ്കര വിഷമം തോന്നിയാണ്. കാരണം ഇത് പറയാനായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തായിട്ട് കിടക്കും ടോപ്പിക് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ബുക്കിന്റെ ഓർഡറിൽ തന്നെ അങ്ങ് പറഞ്ഞു പോവാ എന്നുള്ളൊരു താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി പറഞ്ഞു പോയിന്നുള്ളൂ നമ്മൾ ഓർഡർ അനുസരിച്ച്.
എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എല്ലാവരും അതിലുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി വേർഡ്സ് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കുക. എന്തായാലും തുടക്കം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നേരത്തെ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്നാലും ഒരിക്കൽ കൂടി ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നമ്മൾ പറഞ്ഞതെല്ലാം. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ബുക്കിൽ ഇതേ ഒരു കണ്ടീഷൻ തന്നെ ആയിരിക്കുള്ളൂ. കാരണം എന്താ പറയാ, ബാലൻസ് ഭാഗമൊക്കെ കുറച്ചൊരു ഡിഫറൻസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ അതൊന്ന് ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ശ്രദ്ധിക്കണം എന്തായാലും, അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ കുറേയും കൂടിയും ആവർത്തിച്ചും അതുപോലെ തന്നെ നമ്മൾ കുറേയും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. പിന്നെ ഓർഡറൊക്കെ ഡിഫറൻസ് ആയിട്ട് കിടക്കുമ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബുക്കിലെ ആ ഒരു രീതിക്കനുസരിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ കാര്യവും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു പോയത്. പിന്നെ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്തായാലും. കാരണം ആകെ ഇത്രയും പോയിന്റ്സ് ഒരു ഭാഗത്ത് വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം എല്ലാം അവസാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടോപ്പിക് ആണെങ്കിലും. ഇനി നമുക്കൊരു ടേബിളാണ് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ്റെ ബാലൻസ് ഭാഗം ഇതാണല്ലോ വരുന്നത്. ഇതിൻ്റെ താഴെ സ്കിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ടേബിള്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി അതാണ് പറയാനുള്ളത്, സ്കിന്നും ലങ്സും ഒക്കെ. ഈ ടേബിള് നോക്കാം. Skin covers the muscles of the body and is said to be the largest organ of the human body. In an adult man, the skin covers about 1.9 m square bracket 20 feet square. A woman has about 1.6 m square bracket 17 ft square of skin. The human skin is composed of two main layers. The outer layer called epidermis, which has no nerves or blood vessels and is continuously renewed. There are pigment grains located in the basal layer of the epidermis, which give color to the skin. The inner layer called dermis is a thick layer below the epidermis, which contains nerves, blood vessels, hair follicles, and sebaceous and sweat glands. ഇനി അടുത്തത് പറയാനുള്ള ലങ്സ്. The lungs are a pair of spongy organs consisting of elastic tissues situated in the chest cavity and separated from each other by the heart and other contents of the mediastinum. The right lung is larger than the left lung. The right lung weighs approximately 620 g, while the left lung weighs about 570 g. Together, in a healthy adult, they weighing between 1.18 and 1.90 kg. Functions. The main function of the lungs is to purify blood and supply it with oxygen. The entire blood supply bracket 4.5 L washes throat of the lungs about once a minute. ഇനി അടുത്തത് ലിവർ ആണ് പറയാനുള്ളത്. Liver is the largest gland in the human body, situated on the right side of the stomach. It is dark brown in color and divided into two lobes, varying in weight from 1.359 to 1.812 g. The gallbladder is attached to the liver and stores the bile produced by it. Bracket storage capacity 30-60 ml. Functions. The liver secretes bile, forms and stores glycogen and plays an important role in the metabolism of proteins and fats. The liver is responsible for A. Metabolism of the products of digestion. B. Storage and release of substances, bracket principally glucose,
to maintain a constant level in blood. C. Synthesis, conjugation and transformation of substances, bracketly e.g. formation of proteins, deoxycation of poisonous substances, production of carbohydrates from proteins, etc. bracketly. The bile produced by the liver is an important agent for digestion, especially fats. It contains water, bile salts and pigments. It does not contain digestive enzymes and as such does not take part directly in digestion. It contains salts like bicarbonate, glycolate and taurocolate of sodium. The sodium the sodium bicarbonate neutralizes the acid and makes the tuned food called chyme alkane, whereas glyco, glycogolate and taurocolate of sodium break down the fats of tissues into small globules. അടുത്തത് ലാസ്റ്റ് കിഡ്നീസ്. Two in number, they are situated in the upper posterior abdominal cavity, one on each side of the vertebral column. A kidney is approximately 10 cm long, 5 cm wide and 2.5 cm thick. From each kidney emerges a long channel called ureter by which urine passes into the urinary bladder. Each kidney has thousands of minute glands in the form of canals known as uriniferous tubules. Functions: they filter nitrogen's waste of the body from the blood and throw them out in the form of urine. Kidneys are responsible for the removal of excess water, salts and waste products from the blood, maintaining its pH level. Bracketly, pH value is a number used to express degrees of acidity and alkalinity in a solution. To achieve this, blood flows through the wide renal vessels in approximately 1/4 of the resting cardiac output, that is 1.2 minus 1.4 L mean. The urine expelled by a normal adult is about 1.4 L day. അപ്പോൾ ഈ ടേബിൾ നമ്മളെ സ്കിന്ന്, ലങ്സ്, ലിവർ, കിഡ്നീസ് ഒക്കെ പറഞ്ഞ് ഇതിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ചില വേർഡ്സിൽ ടഫായിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, പ്രത്യേകം പറയാണ്. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒരു ടോപ്പിക്കും കൂടി അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ഇതുപോലെ ഓർഡർ അല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് അതും കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് പരമാവധി ഓർഡർ ആയിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ വിചാരിച്ചത് ഈ ടെക്സ്റ്റിൽ എന്താ പറയാ, ഈ ബുക്കിൽ അതേ അവസ്ഥയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനേക്കാളും കുറേയും കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്ന തന്നെ ആയിരിക്കും. പരമാവധി നമ്മൾ നമ്മുടെ ഒരു എന്താ പറയാ സൗകര്യം അനുസരിച്ച് നമ്മൾ പറഞ്ഞു പോകും. ഒന്നിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഓർഡർ ആയിട്ട് തന്നെ പറഞ്ഞു പോകാന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബുക്കിൽ അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകും. ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തേക്കണേ അതേ രീതിയിലും പറഞ്ഞു പോകും. അപ്പം അതൊക്കെ ഒന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം ഈയിടെയായിട്ടാണ് ഈ രീതിക്ക് വന്നേക്കുന്നത് ടോപ്പിക്സുകളൊക്കെ. ഇതിന് മുന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഓർഡറിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം എന്താ പറയാ, ഒരു ടോപ്പിക്ക് ഒരു പേജിൽ നിന്ന് തുടങ്ങും, അത് കഴിഞ്ഞ് അതിൻ്റെ ബാലൻസ് ഭാഗം ഒരുപാട് എന്താ പറയാ ചേഞ്ച് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ പറയണായിരിക്കും നല്ലത്. ഇനി നമുക്ക് പറയാനുള്ളത് ലിംഫ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ലിംഫ് ഗ്ലാൻസ് ബ്രാക്കറ്റിൽ ലിംഫോ ഗ്ലാൻഡ്യുലൈ. ലിംഫ് ഗ്ലാൻസ് are small, oval or bean-shaped bodies situated in the course of
lymphatic and lateral vessels so that the lymph and chyle pass through them on their way to the blood. Generally, each presents a slight depression on one side, the hilus, through which the blood vessels enter and leave the interior. The efferent lymphatic vessel also emerges from the gland at this spot, while the efferent vessels enter the organ at different parts of the periphery. The lymph gland displays two different structures, an external lighter colored cortical and a darker internal medullary. The cortical structure does not form a complete investment, but is deficient at the hilus where the medullary portion reaches the surface of the gland, so that the efferent vessel is derived directly from the medullary structures, while the efferent vessels empty themselves into the cortical substances. Lymph is transparent, colorless or slightly yellow, watery fluid of specific gravity bracketly about 1.0 or 115 bracketly found only in the closely lymphatic vessels. It closely resembles the blood plasma, is more dilute when examined under the microscope. Leukocytes of the lymphocyte class are found floating in the transparent fluid. They are always increased in number of after the passage of the lymph through lymphoid tissue, as in lymph glands. Lymph should be distinguished from tissue fluid, which is found outside lymphatic vessels in tissue spaces. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് lymph glands ബ്രാക്കറ്റിൽ lymphoglanduli. Lymph glands are small, oval or bean-shaped bodies situated in the course of lymphatic and lacteal vessels so that the lymph and chyle pass through them on their way to the blood. Generally, each presents a slight depression on one side, the hilus, through which the blood vessels enter and leave the interior. The different lymphatic vessels also emerges from the gland at this spot, while the efferent vessels enter the organ at different parts of the periphery. The lymph glands display two different structures, an external, lighter colored cortical and a darker internal medullary. The cortical structure does not form a complete investment, but is deficient at the hilus, where the medullary portion reaches the surface of the gland, so that the efferent vessel is derived directly from the medullary structures, while the efferent vessels empty themselves into the cortical substances. Lymph is a transparent, colorless or slightly yellow, watery fluid of specific gravity bracketly about 1.0115 found only in the closed lymphatic vessels. It closely resembles the blood plasma, but is more dilute when examined under the microscope. Leukocytes of the lymphocyte class are found floating in the transparent fluid. They are always increased in number after the passage of the lymph through lymphoid tissue, as in lymph glands. Lymph should be distinguished from tissue fluid, which is found outside lymphatic vessels in tissue spaces. ഇനി നമുക്ക് പറയാനുള്ളത് adaptations of the general circulatory scheme. Adaptation of the general circulatory scheme. A. Fish have a two-chambered heart and a single circuit of blood flow, with the atrium of the heart receiving oxygen-poor blood from veins and vertical pumping blood to the gills. B. Amphibians have a three-chambered heart, two atria and one ventricle. The ventricle pumps blood into a forked artery that directs the blood through two circuits
pulmonary and systematic. The pulmonary circuit leads to the lungs and skin, where the blood picks up oxygen as it flows through the capillaries. The oxygen-rich blood returns to the left atrium of the heart. Then most of it is pumped into the systematic circuit. The systematic circuit carries blood to all organs except the lungs, and then returns it to the right atrium via the veins. The scheme is called double circulation, and it ensures a vigorous flow of blood to the brain, muscles and other organs, because blood is pumped a second time after it loses pressure in the capillary beds of the lungs. This is distinctly different from the single circulation in the fish, where blood flows directly from the respiratory organs gills to other organs under reduced pressure. C. Mammals have a four-chambered heart. Mammals have a four-chambered heart, two atria and two completely separated ventricles. There is double circulation as in amphibians and reptiles, but the heart keeps the oxygen-rich blood fully segregated from oxygen-poor blood. Delivery of oxygen to all parts of the body is enhanced because there is no mixing of the oxygenated and deoxygenated blood, and double circulation restores pressure after blood has passed through lung capillaries. അപ്പോൾ അഡാപ്ഷൻസ് ഓഫ് ദ ജനറൽ സർക്കുലേറ്ററി സ്കീം ABC നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിലും നല്ല വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക്ക് പറയാം. അപ്പം നമ്മളൊരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. Progesterone is produced by the adrenal glands, the gons and the brain. It is also produced during pregnancy in the placenta. Progesterone plays a vital role during pregnancy, such as facilitating contractions of uterine muscles and development of the fetus. It plays an important role in the nervous system besides normalizing blood clotting, regulating the immune system, preventing cancer of the uterine lining, and assisting the thyroid hormone in its functioning. ഇപ്പം നമ്മുടെ വീഡിയോ എന്താ പറയുക അവസാനിപ്പിക്കുന്നു. ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനറൽ സയൻസിൽ ബയോളജി. അപ്പം അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയുന്നത് ഇൻസുലിൻ, അനിമൽ ഹോർമോൺസ്, പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ്, ഹൈപ്പോഡെർമിസ്, പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെൽട്ടൻസ്, പിന്നെ സ്കെൽട്ടൽ ആൻഡ് മസ്കുലർ സിസ്റ്റംസ്, ബോൺ ആൻഡ് സ്കെൽട്ടൻ സിസ്റ്റം ബ്രാക്കറ്റിൽ ഓസ്റ്റിയോളജി, സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ദ സ്കെൽട്ടൻ, ആക്സിയൽ സ്കെൽട്ടൻ, പിന്നെ അതിൽ തന്നെ ദ വെർട്ടിബ്രയൽ കോളം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോ സ്കെൽട്ടൻസ്, ഒരു എന്താ പറയുക, ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. സ്കെൽട്ടൽ സിസ്റ്റം ബ്രാക്കറ്റിൽ ബോൺസ്, ജനറൽ ഫങ്ഷൻസ് ഓഫ് ദ ബോൺസ്, ഇമ്പോർട്ടൻറ്റ് ബോൺസ്, ഇത്രയൊക്കെ വന്നിട്ടുണ്ട് ടേബിളിൽ. അതിൽ ഡെവലപ്മെന്റ് ഓഫ് ദ സ്കെൽട്ടനിൽ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെർട്ടിബ്രയൽ കോളം എന്നുള്ളത്. ഇതിന്റെ ബാലൻസ് ഭാഗം കിടക്കുന്നത് അടുത്ത പേജിലാണ്. ടേബിളിന്റെ ബാലൻസ് ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. ടേബിൾ ഇവിടെയാണ് അവസാനിക്കുന്നത്. ബോക്സിലുള്ള കാര്യങ്ങളും ഏകദേശം ഇത്രയൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതിന്റെ ബാലൻസ് ഭാഗമാണ്. ആക്സിയൽ സ്കെൽട്ടൻ വെർട്ടിബ്രിയൻ കോളം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബാലൻസ് ഭാഗമാണ് കൊടുത്തേക്കുന്നത്.
ഈ കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്ലാസ് എടുത്തില്ലേ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ, അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും കിടക്കുന്നത്. ഓർഡർ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഈ ബോക്സും കൂടി അതിൻ്റെ എന്താ പറയാ ഇടയിൽ കയറി വരുന്നത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ബാലൻസ് ഭാഗം കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് അത് അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അടുത്തത് പുതിയതാണ് ലിഗമെന്റ്സ് ബ്രാക്കറ്റിൽ സിൻഡെസ്മോളജി, പിന്നെ ബോൺസ് ആൻഡ് ജോയിൻസ്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ടോപ്പിക് കൂടി നമ്മൾ മറന്നുപോയിട്ട് അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതും അടുത്ത വീഡിയോ തന്നെ ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടഫായിട്ടുള്ള വേർഡ്സ് ഒന്നും നമുക്ക് പറയാം ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് ക്ഷമിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് യൂട്യൂബ് ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കമൻസും കാര്യങ്ങളും പരമാവധി നമ്മളത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രീതിയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വീഡിയോ എത്തിക്കുക എന്നുള്ളൊരു താല്പര്യം കൂടി നമുക്കുണ്ട്. പരമാവധി ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ചെയ്യാന്നുള്ള ഒരു താല്പര്യം കൂടി ഉണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. പല കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോ എന്താ പറയുക കണ്ടു നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓർഡർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതും ദയവായത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ ഈ രീതിയിൽ തന്നെ നേരിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.